നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാകുന്ന ഒരു പ്രധാന സർക്കാർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യവും പണരഹിതവുമായ ചികിത്സ ലഭ്യമാക്കുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അഥവാ KASP സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ 25 ലക്ഷം രൂപ, ഈ രണ്ട് കാര്യമാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. പലർക്കും ഈ പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ആരൊക്കെയാണ് അർഹർ, എങ്ങനെ കാർഡ് ലഭിക്കും, എന്തൊക്കെ രേഖകൾ വേണം, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ ലഭിക്കുമോ തുടങ്ങിയ നിരവധി സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണുക, കാരണം അവസാനം വരെ കണ്ടാൽ മാത്രമേ ഈ പദ്ധതിയെക്കുറിച്ചുള്ള എല്ലാ പ്രധാന വിവരങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യം തന്നെ എന്താണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് നോക്കാം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് KASP. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയിലൂടെ അർഹരായ കുടുംബാംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ ആശുപത്രി ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ചികിത്സയ്ക്ക് മുൻകൂർ പണം നൽകേണ്ട ആവശ്യമില്ല. അർഹതയുള്ള കാർഡ് ഉണ്ടെങ്കിൽ എംപാനൽ ചെയ്ത സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും പണരഹിത ചികിത്സ ലഭിക്കും. ഇനി ആരൊക്കെയാണ് ഈ പദ്ധതിക്ക് അർഹരെന്ന് നോക്കാം. ഈ പദ്ധതി പ്രധാനമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായാണ് രൂപവൽക്കരണം ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. സാധാരണയായി വാർഷിക കുടുംബ വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയായിരിക്കുന്നവർക്കാണ് മുൻഗണന ലഭിക്കുക. BPL റേഷൻ കാർഡ് ഉള്ള കുടുംബങ്ങൾ, വിധവകൾ, ഭിന്നശേഷിയുള്ള വ്യക്തികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ, ഗുരുതര രോഗങ്ങളാണെങ്കിൽ ബുദ്ധിമുട്ടുള്ള ചില വിഭാഗങ്ങൾ, സാമൂഹികവും സാമ്പത്തികവുമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി സർക്കാർ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ കുടുംബാംഗങ്ങൾ, ഇത്തരം വിഭാഗങ്ങളിലുള്ളവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, എനിക്ക് നേരിട്ട് ഓൺലൈനായി അപേക്ഷിക്കാമോ? ഇതിനുത്തരം, സാധാരണ സർക്കാർ പദ്ധതികൾ പോലെ KASPക്ക് എല്ലാവർക്കും തുറന്ന ഓൺലൈൻ അപേക്ഷാ സംവിധാനം നിലവിലില്ല. ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ ഗുണഭോക്താക്കൾക്കുള്ള പദ്ധതിയാണ്. അതായത് സർക്കാർ തയ്യാറാക്കിയ ഗുണഭോക്തൃ പട്ടികയിൽ നിങ്ങളുടെ കുടുംബം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ആദ്യം പരിശോധിക്കുന്നത്. ഇനി കാർഡ് എങ്ങനെ ലഭിക്കുന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ പേര് ഗുണഭോക്തൃ പട്ടികയിൽ ഉണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രം, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധമുള്ള സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലെ ആരോഗ്യമിത്ര കൗണ്ടർ ഉണ്ടാവും. അത് സന്ദർശിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഈ കാർഡ് സ്വന്തമാക്കാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച് ഈ KYC പൂർത്തിയാക്കും. ബയോമെട്രിക് പരിശോധന, OTP പരിശോധനയോ നടത്തിയ ശേഷം നിങ്ങളുടെ ആയുഷ്മാൻ കാർഡ് ജനറേറ്റ് ചെയ്യും. ഈ കാർഡ് ഉപയോഗിച്ചാണ് ചികിത്സ ലഭിക്കുന്നത്. ഇനി ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അപേക്ഷ സമയത്ത് അല്ലെങ്കിൽ പരിശോധനാ സമയത്ത് സാധാരണയായി ആവശ്യമായി വരുന്നത് ആധാർ കാർഡ്, വോട്ടർ ID ആവശ്യമെങ്കിൽ മാത്രം, അതുപോലെ റേഷൻ കാർഡ് അത്യാവശ്യമാണ്, വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരാം, താമസ സ്ഥലം തെളിയിക്കുന്ന രേഖ, BPL കാർഡ് ഉണ്ടെങ്കിൽ അത്, കുടുംബാംഗങ്ങളുടെ ഫോട്ടോ, മൊബൈൽ നമ്പർ, ഈ രേഖകൾ യഥാർത്ഥമായി കൈവശം വെക്കുന്നത് നല്ലതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. ഈ പദ്ധതിയിൽ എന്തൊക്കെ ചികിത്സകൾ ലഭിക്കും എന്നുള്ളതാണ്. അതായത് ഒരു കുടുംബത്തിന് ഒരു വർഷത്തിൽ 5 ലക്ഷം രൂപ വരെ ചികിത്സാ പരിരക്ഷ ലഭിക്കും. അതിൽ ഉൾപ്പെടുന്നത് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള പരിശോധനകളാണ്. അതായത് ആശുപത്രി ചെലവുകൾ, ഡോക്ടർ ഫീസ്, ICU ചികിത്സ, ശസ്ത്രക്രിയകൾ, ഗുരുതര രോഗങ്ങൾക്കുള്ള ചികിത്സ, രോഗനിർണയ പരിശോധനകൾ, ഇംപ്ലാന്റുകൾ, ഇങ്ങനെയുള്ള ഡിസ്ചാർജിന് ശേഷമുള്ള നിശ്ചിത കാലയളവിലെ ചികിത്സാ ചെലവുകൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന നിരവധി ചികിത്സകൾ ഈ പദ്ധതിയിലൂടെ സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കും. ഇനി ചികിത്സ എവിടെയാണ് ലഭിക്കുക എന്ന് പറഞ്ഞുതരാം. കേരളത്തിലെ നിരവധി സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജില്ലയിൽ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശുപത്രി കണ്ടെത്തിയ ശേഷം അവിടെ നേരിട്ട് ചെന്ന് ചികിത്സ ലഭ്യമാക്കാം. ഇനി ഒരു പ്രധാന മുന്നറിയിപ്പ് തരാം. എല്ലാ ആശുപത്രികളിലും ഈ പദ്ധതിയുടെ ഭാഗമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ചികിത്സകളും എല്ലാ സാഹചര്യങ്ങളിലും പദ്ധതിക്ക് കീഴിൽ വരണമെന്നുമില്ല. അതുകൊണ്ട് ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപ് ആശുപത്രി KASP എംപാനൽ ചെയ്ത സ്ഥാപനമാണോ എന്ന് ഉറപ്പാക്കണം. ഇനി മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ കുടുംബത്തിന് അർഹതയുണ്ടോ എന്ന് സംശയമുണ്ടെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ CSC സെന്ററിലോ ആരോഗ്യമിത്ര കൗണ്ടറിലോ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. നിങ്ങളുടെ പേര് ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം.
ആദ്യത്തെ ചോദ്യം റേഷൻ കാർഡ് മാത്രം ഉണ്ടായാൽ മതിയോ എന്നുള്ളതാണ്. അല്ല, ഗുണഭോക്തൃ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടാവണം. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കുമോ എന്നുള്ളത്. അതേ, പദ്ധതിയിൽ ഉൾപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ മാത്രമേ ചികിത്സ ലഭിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം ചികിത്സയ്ക്ക് മുൻകൂർ പണം നൽകണോ എന്നുള്ളതാണ്. സാധാരണയായി ഇല്ല, പദ്ധതിയുടെ വ്യവസ്ഥകൾ പ്രകാരം പണരഹിത ചികിത്സയാണ് ലഭിക്കുന്നത്. ഇനി നാലാമത്തെ ചോദ്യമാണ് ഒരു വർഷത്തിൽ എത്ര രൂപ ലഭിക്കുന്നുള്ളത്. ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മുഖേന നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ സുഹൃത്തുക്കളെ, നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ പദ്ധതിയുടെ അർഹത ഉറപ്പായും പരിശോധിക്കുക. ഗുരുതര രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവാകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികൾ നിരവധി കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇനി ഈ പദ്ധതിയുടെ ബന്ധപ്പെട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ കൂടെ നമ്മൾ ചർച്ച ചെയ്യാം. ഒന്നാമതായി, പലരും കരുതുന്ന പോലെ KSP ഒരു പണം വിതരണം ചെയ്യുന്ന പദ്ധതിയല്ല. ഇത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അതായത് ചികിത്സയ്ക്കായി നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ലഭിക്കില്ല. ആ കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. പകരം പദ്ധതിയിൽ ഉൾപ്പെട്ട ആശുപത്രികളിൽ ചികിത്സയുടെ ചെലവ് സർക്കാർ നേരിട്ട് വഹിക്കുന്ന രീതിയാണ് ഈ പദ്ധതിയിൽ ഉള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആശുപത്രിയിൽ പോകുന്നതിന് മുൻപ് ആശുപത്രി KSP പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം. എല്ലാ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഒരേപോലെ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല. അതിനാൽ മുൻകൂട്ടി അന്വേഷിക്കുന്നത് അനാവശ്യ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇനി മൂന്നാമത്തെ പ്രധാന കാര്യം, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ആധാർ വിവരങ്ങളും റേഷൻ കാർഡിലെ വിവരങ്ങളും ശരിയായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. പേരിലോ ജനന തീയതിയിലോ മറ്റു വിവരങ്ങളിലോ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ KYC സമയത്ത് പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ പ്രധാന കാര്യം, മൊബൈൽ നമ്പർ സജീവമായി ഉപയോഗിക്കുന്നതായിരിക്കണം. കാരണം പല സാഹചര്യങ്ങളിലും OTP പരിശോധന ആവശ്യമായി വരാം. അതിനാൽ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ തന്നെ അത്യാവശ്യമായി വേണം. അത് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കുകയും വേണം. ഇനി മറ്റൊരു പ്രധാന സംശയമുണ്ട്. ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഈ പദ്ധതി ലഭിക്കുമോ എന്നുള്ള സംശയം പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ഉത്തരമാണ് കുടുംബ അർഹത നേടിയിട്ടുണ്ടെങ്കിൽ പദ്ധതിയുടെ നിബന്ധനകൾക്ക് വിധേയമായി കുടുംബാംഗങ്ങൾക്കും ചികിത്സാ ആനുകൂല്യങ്ങൾ ലഭിക്കും. എന്നാൽ ഓരോ ചികിത്സയ്ക്കും ഓരോ രോഗവും പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് ആശുപത്രി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം വരിക. ഇനി ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകുമ്പോൾ എന്തൊക്കെ കൈവശം വെക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആയുഷ്മാൻ കാർഡ് അല്ലെങ്കിൽ KSP ID അത്യാവശ്യമാണ്. ആധാർ കാർഡ്, റേഷൻ കാർഡ് മുൻപ് പറഞ്ഞ പോലെ തന്നെ ആവശ്യമായ മെഡിക്കൽ രേഖകൾ, പഴയ ചികിത്സാ രേഖകൾ, പരിശോധനാ റിപ്പോർട്ടുകൾ എന്നിവ കൈവശം കരുതുന്നത് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കും. അതുപോലെ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ നടത്തുന്ന എല്ലാ ചികിത്സകളും ഈ പദ്ധതിയിൽ ലഭിക്കുമോ എന്നുള്ളത്. ഇതിനുത്തരം ചികിത്സയുടെ സ്വഭാവം അനുസരിച്ച് ആനുകൂല്യം ലഭിക്കുക എന്നതാണ്. അതിനാൽ ബന്ധപ്പെട്ട ആശുപത്രിയിലെ ആരോഗ്യമിത്ര കൗണ്ടറിൽ നിന്ന് മുൻകൂട്ടി വിവരങ്ങൾ ചോദിച്ചറിയുന്നത് നല്ലതാണ്. ഇനി ഒരു പ്രധാന നിർദ്ദേശം തരാം. നിങ്ങളുടെ കുടുംബം അർഹതയുള്ള വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിലും പട്ടികയിൽ പേരില്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെന്ററിലോ ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങൾ തേടുക. ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന തെറ്റായ വാർത്തകളുണ്ട്, അത് വിശ്വസിക്കാതിരിക്കുക. 25 ലക്ഷം ഉടൻ വന്നു എന്ന് പറഞ്ഞ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അതിനെക്കുറിച്ച് വീഡിയോ ഉണ്ട്. അത് ദയവേത് വിശ്വസിക്കരുത്. അതെല്ലാം ഫേക്ക് ന്യൂസ് ആണ്. അത് റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് 25 ലക്ഷം ഉടൻ വന്നു എന്ന് പറഞ്ഞ് പല ചാനലുകളും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് പലരും ചികിത്സ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള പല വീഡിയോകളും പ്രചരിക്കുന്നത്. ഒരിക്കലും കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ 5 ലക്ഷം അല്ലാതെ 25 ലക്ഷം രൂപ ലഭിക്കില്ല. സുഹൃത്തുക്കളെ, ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി വരുന്നുണ്ട്. അത് ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. ഈ പദ്ധതിയെക്കുറിച്ച് നിരവധി വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. സർക്കാർ നൽകിയ വിവരങ്ങൾ പ്രകാരം ആരോഗ്യ വകുപ്പും ധനവകുപ്പും ചേർന്ന് ഈ പദ്ധതിയിലൂടെ രൂപരേഖ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. എന്നാൽ പദ്ധതിയുടെ അന്തിമ മാർഗനിർദ്ദേശങ്ങളും യോഗ്യതാ മാനദണ്ഡങ്ങളും അപേക്ഷാ നടപടികളും ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഈ പദ്ധതിയുടെ പേരിൽ പല വിവരങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതായത് 25 ലക്ഷം രൂപ ലഭിച്ചു എന്നെല്ലാം പറഞ്ഞ ഒരു ചാനൽ ഇതിനെക്കുറിച്ചുള്ള ഫേക്ക് ന്യൂസ് പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വിശ്വസിക്കരുത്. നിലവിൽ കേരളത്തിൽ പ്രാബല്യമുള്ള പ്രധാന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അർഹരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയാണ് ഇതിൽ ചികിത്സാ പരിരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പുതിയ പദ്ധതി സംബന്ധിച്ച അതായത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് സംബന്ധിച്ച അന്തിമ സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുന്നത് വരെ നിലവിൽ അർഹതയുള്ളവർ
KSP പദ്ധതിയുടെ ആനുകൂല്യം തന്നെ ഉപയോഗപ്പെടുത്തണം. ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം, അപേക്ഷാ നടപടികൾ, യോഗ്യതാ മാനദണ്ഡങ്ങൾ, ലഭ്യമാവുന്ന ഇൻഷുറൻസ് തുക എന്നിവ സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് അതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങൾ ഒരു പ്രത്യേക വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പല വ്യാജ വാർത്തകളിലും വീണ് 25 ലക്ഷം രൂപ കാരുണ്യ ഇൻഷുറൻസിൽ ലഭിക്കുമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാജ വാർത്തകളിൽ വീഴരുത്, അത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നല്ല വിശ്വസനീയമായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.